KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലയിൽ നിന്ന് VT ബൽറാമിനെ മാറ്റി. ഹൈബിയുടെ എംപിക്കാണ് പുതിയ ചുമതല. ഭാരവാഹികളുടെ പുനഃസംഘടനയുടെ ഭാഗമായാണ് ചുമതല മാറ്റമെന്ന് VT ബൽറാം പറഞ്ഞു. KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചെയർമാനായി ഞാൻ ഏതാണ്ട് 3 വർഷത്തോളം പ്രവർത്തിച്ചു. അത് KPCC വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള എൻ്റെ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായി അന്ന് KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ K. സുധാകരൻ ഏൽപ്പിച്ചതാണ്. ഒരു ടീം അതിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ KPCCയിൽ K. സുധാകരൻ മാറി ശ്രീ സണ്ണി ജോസഫ് പ്രസിഡൻ്റായ വേളയിൽ തന്നെ മൊത്തത്തിലുള്ള പുനഃസംഘടന ഉണ്ടാവണം, ഭാരവാഹികളുടെ ചുമതലകളിൽ പുനഃക്രമീകരണം വേണം എന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഡിജിറ്റൽ മീഡിയ സെല്ലും സമഗ്രമായിട്ട് പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം അന്ന് മുതൽ എടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ തൊട്ട് പിന്നാലെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് ആ തീരുമാനം ആ ഘട്ടത്തിൽ വൈകിപ്പോയത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ഇതിപ്പോൾ പുനഃസംഘടനയുടെ ഭാഗമായാണ് ഇങ്ങനെ ഒരു മാറ്റമെന്ന് VT ബൽറാം പറയുന്നു. നേതൃത്വത്തിന്റെ വിശദീകരണം എന്താണ്? അമൃത, BD ബീഹാർ പോസ്റ്റിന് പിന്നാലെ VT ബൽറാം KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല ഒഴിഞ്ഞ് അന്നത്തെ KPCC പ്രസിഡന്റിന് രാജിക്കത്ത് നൽകിയിരുന്നു. പക്ഷേ രാജി അന്ന് KPCC അംഗീകരിച്ചില്ല. തൽക്കാലം തുടരാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ല് അപ്പോഴേക്കും ദുർബലമാകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് ഇങ്ങോട്ടേക്ക് അത് അത്രമേൽ ശക്തമായി പ്രവർത്തിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ മുഴുവൻ സമയ പ്രവർത്തകരായി ഉണ്ടായിരുന്ന ആളുകൾക്ക് നൽകി വന്നിരുന്ന മാസവേതനമൊക്കെ ഏതാണ്ട് പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു. അതോടുകൂടി ഇതിൽ സജീവമായി ഉണ്ടായിരുന്ന ആളുകൾ ഇതിൽ നിന്ന് വിട്ടുപോവുകയും മറ്റു പലരും പല വഴിക്ക് തിരിഞ്ഞു പോവുകയും ചെയ്തു. മാത്രമല്ല, ഈ സെല്ലിൻ്റെ ഒരു നിയന്ത്രണം പാർട്ടിയിൽ നിന്ന് നഷ്ടമായി. ഈ അതിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ ഓരോ ഗ്രൂപ്പുകളായി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. അതായത് പാർട്ടിയുടെ ഒരു നിലപാടിന് വിരുദ്ധമായി പലപ്പോഴും പല പോസ്റ്റുകളും പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അതിജീവിതക്കെതിരായി വലിയ തോതിലുള്ള സൈബർ ആക്രമണം എന്ന പരാതി ഉയരുകയാണ്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ വ്യാപകമായ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നു. മാത്രമല്ല, ആ വിഷയത്തിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പലപ്പോഴും വലിയ കൂട്ടമായി തന്നെ ഉണ്ടാവുന്നു. അത്തരത്തിൽ അങ്ങനെ ഉണ്ടായ അതിനെതിരെ അതിജീവിത പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തു. പോലീസ് പരാതിയിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടനാ നടപടി സ്വീകരിക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നത് VD സതീശനായിരുന്നു. VD സതീശനെതിരെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായി. ഈ സൈബർ ടീം തന്നെ VD സതീശനെ ഭീകരമായി ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. സൈബർ സംഘത്തെ VD സതീശനായാലും K. മുരളീധരനായാലും ഒക്കെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നാലെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാവുകയും ഡിജിറ്റൽ മീഡിയ സെല്ലിന് പുതിയ ചുമതലക്കാരനെ നൽകുകയും ചെയ്തിരിക്കുന്നത്. KPCCയുടെ മറ്റൊരു വൈസ് പ്രസിഡന്റായിട്ടുള്ള ഹൈബിയുടെ MPക്കാണ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത്. ആ ചുമതല അടുത്ത ദിവസം തന്നെ ഏറ്റെടുക്കുമെന്നും മാത്രമല്ല ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ കുറെ കൂടി ആധുനികവൽക്കരിക്കുമെന്നും ഒക്കെയാണ് ഹൈബി ഈഡനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നൽകുന്ന വിശദീകരണം പുതിയ സംഘടനാ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചുമതല ഹൈബി ഈഡന് നൽകിയത് എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സെല്ലിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിട്ട് പോലും KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ല് വലിയ തോതിൽ ദുർബലമായിരിക്കുന്നു, നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ശക്തമായിരുന്നു. ദീപാദാസ് മുനിഷ തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. കാരണം അതിൽ അടിയന്തരമായ ക്രമീകരണം ഉണ്ടാകണമെന്ന ആവശ്യം അവർ കേന്ദ്ര നേതൃത്വത്തോട് അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നത്, പുതിയ സെല്ലിന് ചുമതലക്കാരനെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇനി കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ഇനി മുതൽ ഈ KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ല് പ്രവർത്തിക്കുകയും ചെയ്യുക.